ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 2. സ്വാമി, പ്രാണായാമത്തെ കുറിച്ച് പറഞ്ഞു തരുമോ? പ്രാണായാമം, ശ്വാസനിയന്ത്രണം വളരെ കൃത്യമായി ശരിയായ വിധം ഒരു ഗുരുവിന്റെ കീഴിലെ അഭ്യസിക്കാവൂ. അത് പരിപൂർണതയോടുകൂടി ചെയ്തില്ലെങ്കിൽ അപകടത്തിലേക്ക് നയിക്കും. പ്രധാനമായി 3 ഘട്ടങ്ങൾ പ്രാണായാമത്തിനുണ്ട്. 1. പൂരകം, ശ്വാസം അകത്തേക്ക് എടുക്കുക. 2. കുംഭകം, ശ്വാസം പിടിച്ചു നിർത്തുക. 3. രേചകം, ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസോച്ഛ്വാസം കൂടുതലുള്ള ജീവിക്ക് ആയുസ് കുറവാണ്. നായ വളരെ വേഗം ശ്വസിക്കുന്നു. അതിന്റെ ജീവിത കാലയളവ് വളരെ ചെറുത്. പാമ്പ്, മംഗൂസ് തുടങ്ങിയവ സാവധാനം മാത്രമേ ശ്വസിക്കാറുള്ളൂ. അവ വളരെ കാലം ജീവിക്കുന്നു. ശ്വാസോച്ഛ്വാസ വ്യായാമം ജീവിത ദൈർഘ്യത്തെ സ്വാധീനിക്കുന്നുണ്ട്. പ്രാണായാമം ഉത്തമനായ ഗുരുവിൽ നിന്ന് മാത്രം പരിശീലിക്കുക. സ്വാമി, യജ്ഞങ്ങളും യാഗങ്ങളും അർത്ഥശൂന്യവും കാലഹരണപ്പെട്ടതും പരിഹാസ്യവുമാണെന്ന് ചിലർ പറയുന്നു. അജ്ഞതയാണ് ഇതിന് പ്രധാന കാരണം. ലളിതമായൊരു ഉദാഹരണം. ഒരു ജില്ലാ കളക്ടർ ഔദ്യോഗിക ആവശ്യത്തിന് ഗ്രാമത്തിൽ പോയി. അവിടെ ഒരു കർഷകൻ വയലിൽ വിത്ത് തൂകുന്നത് കണ്ടു. കളക്ടർ കരുതി, ഇന്ത്യ ദരിദ്രമാകുന്നതിന്റെ കാരണം ഇതുതന്നെ. ജനങ്ങൾ ആഹാരത്തിനായി കഷ്ടപ്പെടുമ്പോൾ ഇയാൾ ധാന്യം വയലിൽ വാരി വിതറുന്നു. കളക്ടർ കർഷകനെ ശാസിക്കാൻ തുടങ്ങി. കർഷകൻ പറഞ്ഞു, സർ, ഞാൻ ധാന്യങ്ങൾ പാഴാക്കുകയല്ല, വിതയ്ക്കുകയാണ്. ഇന്ന് ഞാൻ തൂകുന്ന ഈ 1 ചാക്ക് ധാന്യം പിന്നീട് 50 ചാക്കായി തിരികെ ലഭിക്കും. അപ്പോഴാണ് കളക്ടർക്ക് തന്റെ വിവരക്കേട് മനസ്സിലായത്. അതുപോലെ യാഗത്തിലും യജ്ഞത്തിലും നെയ്യും മറ്റു വസ്തുക്കളും ഹോമിക്കുമ്പോൾ ഇതെല്ലാം പാഴാക്കുകയാണല്ലോ എന്ന് ചിലർക്ക് തോന്നിയേക്കാം. മന്ത്രോച്ചാരണത്തോടെ അഗ്നിയിൽ ഇതെല്ലാം സമർപ്പിക്കുമ്പോൾ ഉയരുന്ന ധൂമം അന്തരീക്ഷത്തിലെ മാലിന്യം അകറ്റുന്നു, അവിടം ശുദ്ധീകരിക്കുന്നു. ഈ ചടങ്ങുകൾ കാലഹരണപ്പെട്ടതെന്നും പരിഹാസ്യമെന്നും അർത്ഥശൂന്യമെന്നുമൊക്കെ ഗണിക്കുന്നത് വിഡ്ഢിത്തം. ഇത്തരം ചടങ്ങുകൾ യഥാകാലത്തുള്ള മഴയും നല്ല വിളവും ഉറപ്പാക്കുന്നു. സത്യത്തിൽ നമ്മുടെ വേദങ്ങൾ വിധിച്ചിട്ടുള്ള ഇത്തരം ചടങ്ങുകൾ മനുഷ്യകുലത്തിന് ശാന്തിയും ആനന്ദവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. സ്വാമി, ഈശ്വരൻ, ദേവന്മാർ എന്നൊക്കെ പറയാറുണ്ട്. രണ്ടും ഒന്നു തന്നെയോ? ഞാൻ മിക്കവാറും പറയാറുണ്ട്, നിങ്ങൾ ഈശ്വരനാണ്. പൗരാണിക കാലത്ത് നമ്മുടെ ജനസംഖ്യ നന്നേ കുറവ്, ഉദ്ദേശം മുക്കോടി. അതുകൊണ്ട് ജനങ്ങൾ പറഞ്ഞു 3 കോടി ദേവതമാരുണ്ട്. ശരീരം ഈശ്വരന്റെ സഞ്ചരിക്കുന്ന ദേവാലയമാണെന്ന് ഓർക്കുക. പക്ഷെ ഇത് ലൗകിക ജ്ഞാനത്തിലൂടെ ലഭിക്കില്ല. ഇത് മനോവിജ്ഞാനീയം കൊണ്ട് അറിയാനും സാധിക്കില്ല. പക്ഷേ ആത്മജ്ഞാനത്തിലൂടെ അത് അനുഭവിക്കാം. ഈശ്വരൻ പ്രധാനമന്ത്രി, ദേവതമാർ കാബിനറ്റ് മന്ത്രിമാർ, ധനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തര മന്ത്രി എന്നിങ്ങനെയുള്ളതുപോലെ ദേവതകൾക്ക് ഓരോ വിഭാഗത്തിന്റെയും ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയാൽ ആ കത്ത് അവിടെ ചെല്ലും. അതുപോലെ തന്നെയാണ് ഈശ്വരനോടുള്ള പ്രാർത്ഥനയും. പക്ഷേ നിങ്ങൾ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് പ്രത്യേകം എഴുതിയാൽ കത്ത് അവരുടെ കയ്യിൽ കിട്ടും. മറ്റൊരു ഉദാഹരണം, ടെലിഫോൺ കോളുകൾ 2 വിധം. 1 നമ്പർ കോൾ, 2 പേഴ്സണൽ കോൾ. നിങ്ങൾ വീട്ടിലുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഞാൻ ഫോൺ വിളിച്ചെന്നിരിക്കട്ടെ. വീട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ഫോൺ എടുക്കാം, സംസാരിക്കാൻ. പക്ഷെ ഞാൻ വിളിക്കുന്നത് പേഴ്സണൽ നമ്പറിലാണെങ്കിലോ നിങ്ങൾ മാത്രം മറുപടി പറയുന്നു. അതുപോലെ ദേവതമാരോടുള്ള പ്രാർത്ഥനകളെല്ലാം നമ്പർ കോൾ പോലെയാണ്. പക്ഷേ ഈശ്വരനോടുള്ള പ്രാർത്ഥന പേഴ്സണൽ കോൾ പോലെയും. നാമസങ്കീർത്തന വേളയിൽ ഈശ്വരന്റെ വിവിധ നാമഗുണങ്ങൾ എല്ലാവരും പാടുന്നു. പക്ഷേ ധ്യാനത്തിൽ ഇഷ്ടദേവന്റെ നാമരൂപാദികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സത്കർമ്മങ്ങൾ മതി എന്ന് ചിലർ, പൂജാദികൾ ആവശ്യമെന്നും മറ്റു ചിലർ. ആത്മവിദ്യ മാത്രമാണ് മോക്ഷോപായം എന്നും പറയുന്നുണ്ട്. ഏതാണ് സ്വീകാര്യം? ഇവ 3ഉം പരസ്പരം വൈരുദ്ധ്യമുള്ളതല്ല. ഈ 3 തരം പ്രവർത്തനങ്ങളും ട്രെയിനിലെ 3 തരം യാത്രകളോട് ഉപമിക്കാം. നേരിട്ടുള്ള ട്രെയിൻ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതാണ് ജ്ഞാനമാർഗം. മറ്റൊരു തരം യാത്രയിൽ നിങ്ങൾ ചില ജംഗ്ഷനിൽ ചെന്ന് വണ്ടി മാറിക്കയറുന്നു, യാത്ര തുടരുന്നു. ഇത് കർമ്മത്തിന്റെ പാത, കർമ്മയോഗം. വേറൊരു തരം യാത്രയിൽ നിങ്ങൾ കയറിയ ബോഗിയിൽ നിന്നും ഇറങ്ങേണ്ടത് പോലുമില്ല. അധികൃതർ തന്നെ തക്ക സമയങ്ങളിൽ നിങ്ങളുടെ ബോഗി മാറ്റി ഘടിപ്പിച്ചുകൊള്ളും. ഇത് ഭക്തിമാർഗം. ഇങ്ങനെ ഈ മാർഗങ്ങളെ കാണുക. 3 യാത്രയും ലക്ഷ്യത്തിലെത്തിക്കും. മറ്റൊരു ഉദാഹരണം,
ഒരമ്മയ്ക്ക് 3 മക്കൾ. ഇളയ കുഞ്ഞിന് അമ്മ ആഹാരം വാരി കൊടുക്കുന്നു. രണ്ടാമത്തെ ആൾക്ക് ജോലിക്കാരി വിളമ്പി കൊടുക്കും, കുട്ടി കഴിക്കും. മുതിർന്ന കുട്ടി സ്വയം വിളമ്പി കഴിക്കും. ഇളയ കുട്ടി ഭക്തിമാർഗത്തെ പ്രതിനിധീകരിക്കുന്നു. രണ്ടാമത്തെ കുട്ടി കർമ്മമാർഗം, മൂത്തയാൾ ജ്ഞാനമാർഗത്തിന്റെ പ്രതീകം. മറ്റൊരു ഉദാഹരണം, രാജാവിന് 3 ഭാര്യമാർ. ദൂരെ യാത്ര പോയ രാജാവ് 3 ഭാര്യമാർക്കും സന്ദേശം അയച്ചു. തിരിച്ചെത്തുമ്പോൾ എന്തു സമ്മാനം വേണം? ആദ്യ ഭാര്യ അറിയിച്ചു, എനിക്കൊന്നും വേണ്ട, അങ്ങ് സുരക്ഷിതനായി വന്നാൽ മാത്രം മതി. രണ്ടാം ഭാര്യ മരുന്നുകൾക്കായി സന്ദേശം കൊടുത്തു. ഇളയ ഭാര്യയാകട്ടെ ഏറ്റവും പുതുമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ആവശ്യപ്പെട്ടു. രാജാവ് തിരിച്ചെത്തി. ഭാര്യമാർ ആവശ്യപ്പെട്ടവ കൊടുത്തു. പിന്നെ ആദ്യ ഭാര്യയുടെ കൂടെ താമസം ആരംഭിച്ചു. മറ്റു 2 ഭാര്യമാരും അഭ്യർത്ഥിച്ചു, പ്രഭോ, എന്താണിങ്ങനെ? ഞങ്ങളുടെ കൂടെ താമസിക്കാത്തത് എന്ത്? രാജാവ് മറുപടി പറഞ്ഞു, ഇവൾ മാത്രമാണ് എന്നെ ആഗ്രഹിച്ചത്, അതുകൊണ്ട് ഞാൻ ഇവൾക്കൊപ്പമായി. നിങ്ങൾ ഇരുവരും ആഗ്രഹിച്ചത് ഞാൻ തരികയും ചെയ്തു. രാജാവിനെ മാത്രം ആവശ്യപ്പെട്ടത് ആദ്യ ഭാര്യ, അത് വൈരാഗ്യത്തിന്റെ പ്രതീകം. രണ്ടാം ഭാര്യ ആവശ്യപ്പെട്ടത് ഔഷധങ്ങൾ, ലൗകിക ജ്ഞാനം. ഇളയ ഭാര്യ പ്രാകൃത ഭക്തിയുടെ, ലൗകിക നേട്ടങ്ങൾക്കായുള്ള ഭക്തിയുടെ പ്രതീകം. അതുകൊണ്ട് വിവിധ ആധ്യാത്മിക പാതകൾ നിർദ്ദേശിക്കുന്നത് വ്യക്തികളുടെ യോഗ്യത, മനോഭാവം, കഴിവ്, പിന്നെ പൂർവ്വ സംസ്കാരം, വാസന എന്നിവ പരിഗണിച്ചാണ്. ഇതേ കാര്യം തന്നെ ഞാൻ വിദ്യാർത്ഥികളോട് പറയാറുണ്ട് 3 ഡബ്ല്യുകളെ കുറിച്ച്. ആദ്യത്തെ ഡബ്ല്യു വർക്ക്, കർമ്മമാർഗം. രണ്ടാമത്തെ ഡബ്ല്യു വർഷിപ്പ്, ഭക്തിമാർഗം. മൂന്നാമത്തെ ഡബ്ല്യു വിസ്ഡം, ജ്ഞാനമാർഗം. ഇത് 3ഉം സായിയിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. എസ് സർവീസ്, കർമ്മയോഗം. എ അഡറേഷൻ, ഭക്തിയോഗം. ഐ ഇല്ലുമിനേഷൻ, ജ്ഞാനയോഗം. ഓം തത്സത്ത്.